മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ബിജെപി കോർ കമ്മിറ്റിയിൽ ഭിന്നത. മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. പല പ്രമുഖ നേതാക്കളും നിർണായക കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തില്ല. ഇത് വാസ്തവത്തിൽ കേരള ലീഗ് സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം നാളെയുണ്ടാകുമെന്ന് കെ.പി. മജീദ്. കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനത്തുണ്ടാകണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതായി തനിക്ക് അറിവില്ലെന്നും സ്ഥാനാർത്ഥിത്വത്തിൽ ആർക്കും അവകാശവാദം ഉന്നയിക്കാമെന്നും കെ.പി. മജീദ് പറഞ്ഞു. രാഷ്ട്രീയ സംഘർഷം തുടരുന്ന താനൂർ ശാന്തമാകുന്നു. 114 പേരാണ് വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ലീഗ് പ്രവർത്തകർ ചാപ്പപ്പടി കോർമൻ കടപ്പുറത്ത് അക്രമം അഴിച്ചുവിട്ടത്. 30ഓളം വീടുകളും നിരവധി വാഹനങ്ങളും അക്രമികൾ അഗ്നിക്കിരയാക്കി. മീൻ ചാപ്പകളും ബോട്ട് യന്ത്രങ്ങളും കത്തി നശിച്ചു. കല്ലേറിൽ 2 CI-മാർക്ക് പരിക്കേറ്റിരുന്നു. അക്രമികളെ പിരിച്ചുവിടാൻ പോലീസ് 3 റൗണ്ട് ആകാശത്തേക്ക് വെടിയുതിർത്തു. MSB ബറ്റാലിയൻ ഉൾപ്പെടെ 200ഓളം പോലീസുകാരാണ് ഇപ്പോൾ താനൂരിൽ ക്യാമ്പ് ചെയ്യുന്നത്. താനൂർ ഏറെക്കുറെ ശാന്തമായി കഴിഞ്ഞു. 114 പേരെ വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 18 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. LDF നേതാക്കൾ ഇന്ന് സംഘർഷ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. താനൂർ ആക്രമണം ചിലരുടെ അസഹിഷ്ണുതയുടെ സൃഷ്ടിയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സംഘർഷം നിയന്ത്രണ വിധേയമാക്കുകയാണ് പോലീസ് ചെയ്തത്. കണ്ടാലറിയാവുന്ന 2000-ൽ പരം ആളുകൾക്കെതിരെ കേസെടുത്തെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. താനൂരെ അക്രമ സംഭവങ്ങളിൽ പോലീസ് അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷത്തു നിന്നും N. ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. താനൂരെ അക്രമം ചിലരുടെ അസഹിഷ്ണുതയുടെ സൃഷ്ടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. സംഘർഷം നിയന്ത്രിക്കാനുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്. അക്രമ സംഭവങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. താനൂരിലെ അക്രമ സംഭവം ചിലരുടെ അസഹിഷ്ണുതയുടെ സൃഷ്ടിയാണ്. ഉത്തരമേഖല DGP, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പ്രദേശത്ത് സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് മുൻകൈയെടുത്തു വരുന്നു. രാഷ്ട്രീയ സംഘർഷം ഒഴിവാക്കേണ്ട പോലീസ് അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ പരാജയമാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ താനൂരിൽ ലീഗ് പ്രവർത്തകരാണ് അക്രമത്തിന് നേതൃത്വം നൽകുന്നതെന്നും സ്ത്രീകളെ പോലും അവർ അപമാനിക്കുന്നതായും സ്ഥലം MLA V. അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങുകയും സ്പീക്കർക്ക് നേരെ കയർക്കുകയും ചെയ്തു. ഇവിടെ വന്നിട്ടല്ല, അടിയന്തര പ്രമേയ വിഷയത്തേക്കാൾ അടിയന്തരമായതാണ് സ്പീക്കറോടുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്നും പോലീസിനെ ഉപയോഗിച്ച് ലീഗിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഒറ്റക്കെട്ടായി നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും S. ഷീജ. സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതികാവസ്ഥ സംബന്ധിച്ച് സർക്കാർ ഉടൻ ധവളപത്രമിറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യ നിക്ഷേപം കാരണം കേരളം വിപുലമായ സെപ്റ്റിക് ടാങ്കായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സേവനാവകാശ നിയമം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ ഒഴിവാക്കുകയില്ലെന്നും മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ നദികളും കായലുകളും മാലിന്യ നിക്ഷേപം കൊണ്ട് നശിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി കേരളം വിപുലമായ സെപ്റ്റിക് ടാങ്കായി മാറുന്നുവെന്നും ഇതിന് അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ടെന്നും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി സംബന്ധിച്ച അവസ്ഥ വ്യക്തമാക്കുന്ന കരട് ധവളപത്രം തയ്യാറായിട്ടുണ്ട്. ഇത് കാലതാമസം കൂടാതെ അംഗീകരിച്ച് പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. പരിസ്ഥിതി പ്രശ്നം നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും ഗൗരവമായി കാണേണ്ട കാര്യം നമ്മുടെ കേരളം ഒരു വിപുലമായ സെപ്റ്റിക് ടാങ്കായി മാറുന്നു എന്നുള്ളതാണ്. ഇതിന് ആവശ്യമായ ഒരു നടപടിയും ഫലപ്രദമായി നമുക്കിതേവരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് സംസ്കരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് കേന്ദ്രീകരിച്ച് സംസ്കരിക്കുന്നതിന് പകരം വികേന്ദ്രീകൃതമായ രീതിയിൽ സംസ്കരിച്ചു പോകുന്ന നില വേണം. ഇപ്പോൾ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ പല നദികളിലെയും വെള്ളം മലിനമായി കിടക്കുന്നു. ഇതിലെല്ലാം ഈ അംശങ്ങൾ നല്ലതുപോലെ കാണുകയാണ്. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിയെ നമ്മൾ തന്നെ തകർക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്.
ഇതിൽ കൂടുതൽ ഫലപ്രദമായ നടപടികളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഈ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേന്ദ്രീകൃത പ്ലാന്റുകൾ സ്ഥാപിക്കും. മറ്റ് രാജ്യങ്ങളിലെ ഈ വേസ്റ്റുകൾ സംസ്ഥാനത്ത് നിക്ഷേപിക്കാൻ അനുവദിക്കുകയില്ല എന്ന സർക്കാർ നിലപാടും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. സർക്കാർ ഓഫീസുകളിൽ സമയബന്ധിതമായി ഫയലുകൾ തീർപ്പ് കൽപ്പിക്കുക, ഉദ്യോഗസ്ഥർ എത്രനാൾ ഫയലുകൾ സൂക്ഷിക്കാം എന്നീ കാര്യങ്ങളിൽ സർക്കാർ ഫലപ്രദമായി നടപടി സ്വീകരിക്കുമെന്നും ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സേവനാവകാശ നിയമം 121 വകുപ്പുകളിൽ നടപ്പാക്കിയിട്ടുണ്ട്. സേവനാവകാശ നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കും. നിയമം സംബന്ധിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും. സംസ്ഥാനത്ത് ഒരു സംഘം വികസന വിരോധികൾ ഉണ്ടെന്ന് താൻ പറഞ്ഞത് പരിസ്ഥിതിവാദികളെ ഉദ്ദേശിച്ചല്ലെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. 2016 ഏപ്രിൽ 1 മുതൽ 2017 ഫെബ്രുവരി 28 വരെ സംസ്ഥാനത്ത് 35,618 വാഹനാപകടങ്ങളുണ്ടായി. ഇതിൽ 3,749 പേർ മരണപ്പെട്ടു. 27,280 പേർക്ക് ഗുരുതര പരിക്കേറ്റതായും ഒരു ചോദ്യത്തിന് മറുപടിയായി ഗതാഗത മന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. സംസ്ഥാനത്തെ തിയേറ്റർ കോംപ്ലക്സ്, മൾട്ടിപ്ലക്സ് എന്നിവയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കടകളിൽ MRPയേക്കാൾ കൂടുതൽ വില ഈടാക്കിയ സംഭവത്തിൽ 12 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി തിലോത്തമൻ സഭയിൽ പറഞ്ഞു. നിയമസഭയിൽ നിന്ന് സുനിൽ അരിമാനൂർ. റൂളിംഗ് നൽകിയ വിഷയങ്ങൾ വീണ്ടും നിയമസഭയിൽ ഉന്നയിക്കുന്നതും പുറത്ത് ചർച്ച ചെയ്യുന്നതും ശരിയല്ലെന്ന് സ്പീക്കർ. നിയമസഭ രാഷ്ട്രീയ കോടതിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാടക പരാമർശം പ്രതിപക്ഷം വീണ്ടും സഭയിൽ ഉന്നയിച്ചപ്പോഴായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കാത്തതും രേഖകളിൽ നിന്ന് നീക്കാത്തതും ഖേദകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 2 ദിവസമായി അനിതര സാധാരണമായ നടപടികളാണ് സഭയിലുണ്ടാകുന്നത് എന്ന മുഖവുരയോടെയാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വീണ്ടും നിലപാട് വ്യക്തമാക്കിയത്. നിയമസഭ രാഷ്ട്രീയ കോടതിയല്ലെന്നും രാഷ്ട്രീയ ആരോപണങ്ങളിൽ പക്ഷം പിടിക്കാനോ വിധി കൽപ്പിക്കാനോ താനില്ലെന്നും സ്പീക്കർ പറഞ്ഞു. രാഷ്ട്രീയമായ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, അതിലൊരു പക്ഷം ചേർന്ന് ഒരു നിലപാട് സ്വീകരിക്കാനോ വിധി കൽപ്പിക്കാനോ ചെയറിന് സാധിക്കുകയില്ല. നിയമസഭ ഒരു രാഷ്ട്രീയ കോടതിയല്ല, അധ്യക്ഷൻ ഒരു രാഷ്ട്രീയ ജഡ്ജിയുമല്ല. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അവസരം നൽകാറുണ്ട്. റൂളിംഗ് നൽകിയ വിഷയങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നതും സഭയ്ക്ക് പുറത്ത് ചർച്ച ചെയ്യുന്നതും ശരിയല്ല. തുടർച്ചയായി ആ റൂളിംഗുമായി ബന്ധപ്പെട്ട ചർച്ച സഭയ്ക്കകത്തും പുറത്തും നടക്കുന്നത് ഈ സഭയുടെ അന്തസ്സിന് ചേർന്നതാണോ എന്ന് സഭാംഗങ്ങൾ പരിശോധിക്കണം. ചർച്ചകൾ പലപ്പോഴും പരിധി വിടുന്നതായും സ്പീക്കർ പറഞ്ഞു. ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം KC ജോസഫ് വീണ്ടും ഉന്നയിച്ചപ്പോഴായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. റൂളിംഗുകൾ പുറത്ത് ചർച്ച ചെയ്യുന്നതും സ്പീക്കർക്കെതിരെ ആരോപണമുന്നയിക്കുന്നതും ചരിത്രത്തിലാദ്യമായാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി AK ബാലനും ചൂണ്ടിക്കാട്ടി. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. തിരികെ വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്യാൻ പോലീസിന് ഹൈക്കോടതിയുടെ അനുമതി. അഭിഭാഷകൻ മറ്റന്നാൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം. പോലീസ് പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി പൾസർ സുനിയുടെ അഭിഭാഷകനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ ഡിവൈഎസ്പി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പോലീസ് പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ച സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. നടിയെ ആക്രമിക്കുന്ന സമയത്ത് ഉപയോഗിച്ച മൊബൈൽ ഫോൺ അഭിഭാഷകനെ ഏൽപ്പിച്ചിരുന്നുവെന്ന് സുനിയുടെ കുറ്റസമ്മത മൊഴിയുള്ളതായി പോലീസ് കോടതിയെ അറിയിച്ചു. അതിക്രമം നടത്തുന്ന സമയത്ത് സുനി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും സിം കാർഡുകളും മെമ്മറി കാർഡും ഉൾപ്പെടെ 4 ബാഗുകൾ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതിനാൽ അഭിഭാഷകനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് കോടതിയെ ധരിപ്പിച്ചു. ഇതേ തുടർന്ന് ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാവണമെന്ന പോലീസിന്റെ നോട്ടീസിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയായിരുന്നു. ഇന്ന് ശരീരസുഖമില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് മറ്റന്നാൾ രാവിലെ 10നും 2 മണിക്കുമിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. താൻ ഹാജരാകുന്ന വേളയിൽ അവിടെ മാധ്യമങ്ങളെ വിലക്കണമെന്ന് അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CA വിദ്യാർത്ഥിനി മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ യുവാവിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. മരണത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പിറവത്ത് ഹർത്താൽ ആചരിച്ചു. സമാധാനപരമായിരുന്നു ഹർത്താൽ. അതിനിടെ കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ യുവാവിന്റെ മൊഴികളുടെയും ഫോൺ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് മിഷേലിന്റെ മരണം ആത്മഹത്യ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത്. പിറവം സ്വദേശിയായ ക്രോണിൻ അലക്സാണ്ടർ നശിപ്പിച്ച SMS ഉൾപ്പെടെയുള്ളവ സീഡാക്കിന്റെ സഹായത്തോടെ പോലീസ് തിരിച്ചെടുക്കുകയായിരുന്നു. പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയത്. എന്നാൽ മിഷേലിന്റെ മരണത്തിൽ പങ്കില്ലെന്നാണ് ക്രോണിൻ പ്രതികരിച്ചത്. എൻ്റെ അടുത്ത് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പോയത്. ഞങ്ങൾ വഴക്കിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏത് റിലേഷൻഷിപ്സിലും ഉണ്ടായിരുന്നു എനിക്ക് ചെറിയ പിണക്കം, അല്ലാണ്ട് അതിൽ കൂടുതൽ ഞങ്ങളുടെ ഇതിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് പറഞ്ഞ് തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ച വിളിച്ചോളാമെന്ന് പറഞ്ഞായിരുന്നു.
എനിക്കറിയില്ല. പിന്നെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ രാവിലെ സ്വിച്ച് ഓഫ് ആണ് വിളിക്കായിരുന്നു. അതിനിടെ മിഷേൽ മരണപ്പെട്ട ദിവസം ഇവരുമായി സാമ്യമുള്ള പെൺകുട്ടിയെ ഗോശ്രീ പാലത്തിൽ വെച്ച് കണ്ടിരുന്നുവെന്ന് പുതുവൈപ്പ് സ്വദേശി അമൽ വിൽഫ്രഡ് പോലീസിന് മൊഴി നൽകി. ഞാനിവിടുന്ന് എറണാകുളത്തേക്ക് പോകുമായിരുന്നു. ഒരു 7:45 കഴിഞ്ഞപ്പോഴാണ് വോക്ക് വേ ഇല്ലാത്ത സൈഡിൽ കൂടി ഒരു പെണ്ണ് നടന്നു പോകുന്നത് ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ആരും കണ്ടില്ല, അവിടെ പെണ്ണെ കണ്ടില്ല. മരട് കോടതിയിൽ ഹാജരാക്കിയ ക്രോണിനെ ഈ മാസം 28 വരെ റിമാൻഡ് ചെയ്തു. ആവശ്യമെങ്കിൽ പ്രതിയെ അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. ആത്മഹത്യയാണ് എന്ന പോലീസ് വാദം അംഗീകരിക്കാനാകില്ലെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഭവം സംബന്ധിച്ച് വിശദമായി പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊട്ടിയൂർ പീഡനക്കേസിൽ 4 പ്രതികളും 5 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഫാദർ തോമസ് തേരകം ഉൾപ്പെടെയുള്ള 4 കൂട്ടുപ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. കണ്ണൂർ കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ കൂട്ടുപ്രതികളാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. വയനാട് ശിശുക്ഷേമ സമിതി മുൻ ചെയർമാൻ ഫാദർ തോമസ് തേരകം, കന്യാസ്ത്രീകളായ ഒഫീലിയ, ബെറ്റി ജോസ്, പള്ളിയിലെ കുശിനിക്കാരി തങ്കമ്മ എന്നിവരുടെ അപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. 4 പേരും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ 5 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് കോടതി കർശന നിർദ്ദേശം നൽകി. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്നും ഇവർക്ക് ജാമ്യം അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് ഡയറി പരിശോധിച്ചതായും പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണെന്നും കോടതി വിലയിരുത്തി. 2 മാസത്തേക്ക് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം. 30,000 രൂപയും തുല്യതുകയ്ക്കുള്ള 2 ആൾജാമ്യവും ഉണ്ടാകണം തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകളും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കൊട്ടിയൂർ നീണ്ടുനോക്കി പള്ളി വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ റോബിൻ വടക്കുംചേരിയാണ് കേസിലെ 1-ാം പ്രതി. 16-കാരിയെ പീഡിപ്പിച്ച റോബിനെ സഹായിച്ചുവെന്നതാണ് മറ്റു പ്രതികൾക്കെതിരെയുള്ള കേസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം മംഗലപുരത്ത് ദളിത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിക്കെതിരെ പോക്സോ ചുമത്തും. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായും ഗർഭചിത്രം നടത്തിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവാണ് പിടിയിലായത്. മംഗലപുരത്ത് 16 വയസ്സുള്ള ദളിത് പെൺകുട്ടി ഫെബ്രുവരി 23-നാണ് ആത്മഹത്യ ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക പീഡനത്തിന് ഇരയായതായും ഗർഭം അലസിപ്പിച്ചതായും കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അൺനാച്ചുറൽ ഡെത്ത് കേസ് എടുത്ത് അന്വേഷിച്ചു വരവേ നമുക്ക് പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുകയും അതിൽ റേപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതും കൂടാതെ കുട്ടിക്ക് കുറച്ചു കാലം മുമ്പ് മരിക്കുന്ന 1 മാസം മുമ്പ് അബോർഷനും ആയിട്ടുള്ള വിവരം വെളിവാകുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള സയന്റിഫിക് ഫൈൻഡിങ്സിലാണ് നമുക്ക് എല്ലാ വിവരവും ലഭിക്കുന്നത്. പലതവണ നിർബന്ധിച്ച് ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതായി പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഗർഭം അലസിപ്പിച്ച ആശുപത്രിയുടെ പങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ആറ്റിങ്ങൽ ASP ആദിത്യ IPS, പോത്തൻകോട് CI S ഷാജി തുടങ്ങിയവർക്കാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. പാമ്പാടി നെഹ്റു കോളേജിലെ ഇടിമുറിയിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജിഷ്ണുവിന്റേതാണെന്ന് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്. ജിഷ്ണുവിന്റെ രക്തഗ്രൂപ്പായ O പോസിറ്റീവ് രക്തം തന്നെയാണ് ഇടിമുറിയിൽ നിന്നും ലഭിച്ചത്. ശാസ്ത്രീയ പരിശോധനകൾക്കായി മാതാപിതാക്കളുടെ DNA പരിശോധന നടത്തും. നെഹ്റു കോളേജിലെ ഇടിമുറി എന്നറിയപ്പെടുന്ന മുൻ PRO സഞ്ജിത്ത് വിശ്വനാഥന്റെ മുറിയിൽ നിന്നും ജിഷ്ണു താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്നും അന്വേഷണ സംഘം രക്തക്കറകൾ കണ്ടെത്തിയിരുന്നു. കോളേജ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ഫെബ്രുവരി 16-ന് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച രക്തസാമ്പിളുകൾ ജിഷ്ണുവിന്റെ രക്തഗ്രൂപ്പായ O പോസിറ്റീവ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനായാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ജിഷ്ണുവിന്റെ അച്ഛൻ അശോകൻ, അമ്മ മഹിജ എന്നിവരിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ച് രക്തക്കറയുമായി താരതമ്യ പഠനം നടത്താനാണ് തീരുമാനം. ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കയക്കും. DNA പരിശോധനാ ഫലം ലഭിക്കുന്നതോടെ ജിഷ്ണുവിന് കോളേജിൽ വെച്ച് മർദ്ദനം ഏറ്റിരുന്നുവെന്ന അന്വേഷണ സംഘത്തിന്റെ വാദത്തിന് കൂടുതൽ ബലം ലഭിക്കും. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾക്കെതിരെ കേസെടുത്തിട്ട് 1 മാസം പിന്നിട്ടെങ്കിലും അറസ്റ്റ് ഉണ്ടായിട്ടില്ല. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന അടക്കം 8 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ എത്തിക്കുന്നതിനൊപ്പം ഒളിവിൽ കഴിയുന്നവരെ കണ്ടെത്താനും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കോളേജിലെ CCTV ഹാർഡ് ഡിസ്കുകളും പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലവും കേസിൽ നിർണായകമാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പോലീസ് കാക്കിയുടെ വില കാണിക്കണമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ. പ്രതികളെ ജയിലിൽ അടച്ച് ജിഷ്ണുവിനൊപ്പമാണ് പോലീസ് നിൽക്കേണ്ടത്. കൃഷ്ണദാസിന്റെ പണം കണ്ട് പോലീസ് വാലാട്ടരുതെന്നും ജിഷ്ണുവിന്റെ അമ്മ പറഞ്ഞു. രക്തത്തിന്റെ ഏറ്റവും വലിയ തെളിവ് രക്തം എന്ന് വെച്ചില്ല, അതിലും വലിയ തെളിവ് ഇനി എന്ത് തെളിവാ കിട്ടുവാനുള്ളത്? അതാണ് എനിക്ക് പറയേണ്ടത്. എന്ന് വെച്ചാൽ ഈ തെളിവ് കിട്ടി ഇനി ഇവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം.
പോലീസ് അറസ്റ്റ് ചെയ്യണം, അതാ വേണ്ടത്. എന്നിട്ട് ഒരു ശക്തി കാണിച്ചു കൊടുക്കണം. അല്ലാതെ കൃഷ്ണദാസിന്റെ നേരെ മുട്ടുമടക്കി കീഴടങ്ങും പോയിട്ട് കാല് പിടിക്കുകയല്ലേ ചെയ്യേണ്ടത് പോലീസ്. ഈ ഇട്ട കാക്കിക്ക് വില കാണിച്ചു തരുക, ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ഇതാ ജിഷ്ണുവിന്റെ പ്രതികളെ കൊണ്ട് കോടതിയിൽ ജയിലിലെത്തി എന്നുള്ളത് കാണിച്ചു തരുക ചെയ്യേണ്ടത്. ഇവരെ പിടിച്ചു കൊണ്ടുവരിക ചെയ്യേണ്ടത്. കുടിവെള്ളമില്ലാതെ കേരളീയർ നെട്ടോട്ടമോടുമ്പോൾ ദാഹമകറ്റാൻ ആശ്വാസമായിരുന്നത് പുഴകളും ജലാശയങ്ങളുമാണ്. എന്നാൽ കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നമായ ഭാരതപ്പുഴ വേനലെത്തുന്നതിന് മുമ്പേ നീർച്ചാലായി മാറിക്കഴിഞ്ഞു. കടുത്ത വരൾച്ചയുടെ സൂചനകൾ നൽകിയാണ് നിലയുടെ പോഷക നദികൾ പലതും ശോഷിച്ചില്ലാതാവുന്നത്. മലയാളിയുടെ സാംസ്കാരിക വികാരമായ ഭാരതപ്പുഴ ജലസമൃദ്ധിയിൽ ശോഷണം സംഭവിച്ച ഊർജ്ജശ്വാസം വലിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. തുടരെയുള്ള മണലൂറ്റും ജലചൂഷണവും ഭാരതപ്പുഴയെ തീർത്തും നിർജീവമാക്കിയിരുന്നു. കാലാവസ്ഥയിൽ വന്ന മാറ്റം മഴയിൽ കുറവ് വരുത്തിയതും വേനൽ കനത്തതും കേരളത്തിന്റെ പൈതൃകവും വഹിച്ച് ഒഴുകിയിരുന്ന നിളയെ ദുർബലമാക്കി. സംസ്കാരത്തിന്റെ തന്നെ ഒരു പ്രതീകമായിരുന്നു മുമ്പ് നിള അല്ലെങ്കിൽ ഭാരതപ്പുഴ. അതിങ്ങനെ ഈ ഒരു ദുരവസ്ഥയിൽ എത്തുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ദുരവസ്ഥ എന്ന് വേണമെങ്കിൽ ഈ ഒരു അവസ്ഥയെ പറയാം. നിയമങ്ങളെ തൃണവൽക്കരിച്ചുള്ള മണലൂറ്റാണ് മാമംഗത്തിന്റെ മണ്ണായിരുന്ന ഭാരതപ്പുഴയെ ഈ നിലയിലെത്തിച്ചത്. 175ലേറെ ഗ്രാമപഞ്ചായത്തുകളിലായി 6 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജലലഭ്യത കൂടിയാണ് ഇതിലൂടെ ഇല്ലാതായത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ദാഹമകറ്റിയിരുന്ന നിലയിൽ ഇപ്പോൾ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ജലമില്ലാത്ത അവസ്ഥയാണുള്ളത്. വേനൽക്കാലം എത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശോഷിച്ച് ഇല്ലാതാവുകയാണ് ഭാരതപ്പുഴ. വരാൻ പോകുന്ന കടുത്ത വേനലിന്റെ സൂചനകളാണ് ഇവയെല്ലാം. ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. മണിപ്പൂർ സമരനായിക ഇറോം ശർമിള കേരളത്തിലെത്തി. മണിപ്പൂരിൽ BJP ജയിച്ചത് മണി പവറും മസിൽ പവറും ഉപയോഗിച്ചാണെന്ന് ഇറോം ശർമിള പറഞ്ഞു. പൂർണ്ണ വിശ്രമത്തിനായാണ് കേരളത്തിലെത്തിയതെന്നും അട്ടപ്പാടിയിലെത്തി ഇറോം ശർമിള വ്യക്തമാക്കി. പോരാട്ടം തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. രാവിലെ 6:30 കോയമ്പത്തൂരിൽ വിമാനമിറങ്ങിയ ഇറോം ശർമിളയുടെ യാത്ര അട്ടപ്പാടിയിലേക്ക്. സംസ്ഥാന അതിർത്തിയായ ആനക്കട്ടിയിൽ മണിപ്പൂർ സമരനായികയ്ക്ക് DYFI സ്വീകരണം. വട്ടലക്കിൽ CPI നേതൃത്വത്തിലും ഇറോം ശർമിളയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് വിശ്രമത്തിനായി തെരഞ്ഞെടുത്ത അട്ടപ്പാടി കോട്ടത്തറയിലെ ശാന്തിഗ്രാമത്തിലെത്തി. സാമൂഹിക പ്രവർത്തക ഉമാപ്രേമന്റേതാണ് ശാന്തിഗ്രാമം. ഇവിടെയും സമരനായികയ്ക്ക് ഊഷ്മള സ്വീകരണമാണ് അധികൃതർ നൽകിയത്. രാഷ്ട്രീയത്തിന് പൂർണ്ണ അവധി നൽകിയാണ് വിശ്രമത്തിനായി കേരളത്തിലെത്തിയതെന്ന് ഇറോം ശർമിള പറഞ്ഞു. മണിപ്പൂരിലെ BJP ജയം പണമൊഴുക്കിയാണ്. മണിപ്പൂർ ജനത ഇനിയും ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും ഇറോം ശർമിള അഭിപ്രായപ്പെട്ടു. മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ ദയനീയ തോൽവിക്ക് ശേഷമുള്ള യാത്രയെന്ന പ്രത്യേകതയും ഇറോം ശർമിളയുടെ അട്ടപ്പാടി സന്ദർശനത്തിനുണ്ട്. ശാന്തിഗ്രാമത്തിലെ വിശ്രമശേഷം 1 മാസത്തിനകം ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.